മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിൽ പൊരുത്തക്കേടെന്ന് ഓൺലൈൻ മാധ്യമം ദ വയറിന്റെ റിപ്പോർട്ട്. പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പോൾ ചെയ്തതിനേക്കാൾ 5 ലക്ഷം വോട്ടുകൾ കൂടുതൽ എണ്ണിയെന്നും ദ വയർ റിപ്പോർട്ട് ചെയ്തു. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. ശ്രീനാഥ് ചന്ദ്രൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ വോട്ട് കണക്കിൽ പൊരുത്തക്കേട് എന്ന ഓൺലൈൻ മാധ്യമമായ ദ വയർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് ദ വയറിന്റെ റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത്. പോൾ ചെയ്തതിനേക്കാൾ 5 ലക്ഷം വോട്ടുകൾ കൂടുതൽ എണ്ണി എന്ന ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടിൽ? മഹാരാഷ്ട്രയിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 66.005% വോട്ടാണ് പോൾ ചെയ്തത്. അതായത് ഏതാണ്ട് 6,40,88,195 വോട്ട് പോൾ ചെയ്തു. പക്ഷേ എണ്ണിയ വോട്ടുകളുടെ എണ്ണമാണ് ഈ വയറിലെ ഈ റിപ്പോർട്ടിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. 5 ലക്ഷം വോട്ടുകൾ അധികമായി എണ്ണി എന്നതാണ്. അതായത് 6,45,92,508 വോട്ടുകൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ 5,04,313 വോട്ടുകൾ അധികമായി എണ്ണി എന്നതാണ് ഈ കണക്കിൽ പറയുന്നത്. പല മണ്ഡലങ്ങളിലും ഈ വോട്ടിന്റെ എണ്ണം കൂടിയതായി അന്തിമ കണക്ക് പരിശോധിക്കുമ്പോൾ ഉണ്ട്. എന്നാൽ എല്ലായിടത്തും അങ്ങനെയല്ല. 8 മണ്ഡലങ്ങളെങ്കിലും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കുറവ് വോട്ടുകൾ എണ്ണിയിട്ടുണ്ട് എന്നും അവർ പറയുന്നു. ഏറ്റവും കൂടുതൽ ഈ പോൾ ചെയ്ത വോട്ടും കൗണ്ട് ചെയ്ത വോട്ടും തമ്മിലുള്ള അന്തരം ഏറ്റവും കൂടുതലുള്ളത് അഷ്ടി എന്ന മണ്ഡലത്തിലാണ്. അവിടെ 4,538 വോട്ടുകളാണ് അധികമായി എണ്ണിയിട്ടുള്ളത്. അങ്ങനെ ചില മണ്ഡലങ്ങളുടെ ഒസ്മാനാബാദ് മണ്ഡലം പറയുന്നു, അവിടെ 4,155 വോട്ടുകൾ അധികമായി എണ്ണി എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ ആരോപണത്തോട് ഒരു വ്യക്തത നൽകേണ്ടത്. ഒരുപക്ഷെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആകാനുള്ള സാധ്യത കൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നേരത്തെ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ, ഇന്നിപ്പോൾ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്ക് ആരോപിക്കുന്ന പോലെ ഒരു തിരിമറി, EVM തന്നെ ഒരു തിരിമറി നടന്നിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ ബലപ്പെടുത്തുന്നതാണ്. അതിനുള്ള ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ EVM-നെ സംശയിച്ചുകൊണ്ട് ഒരു ഹർജി പോയിരുന്നു. ആ ഹർജിക്കാരെ പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ കോടതിയിൽ നിന്നുണ്ടായത്. ഏതായാലും അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പുതിയ റിപ്പോർട്ടുകൾ, കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ അത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീർച്ചയായും സംശയ നിഴലിലാക്കുന്നുണ്ട്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെയാണ് മഹാരാഷ്ട്രയിൽ നാന്ദേഡ് മണ്ഡലത്തിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നാന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ മണ്ഡലങ്ങളും, നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ BJP വലിയ മുന്നേറ്റം നടത്തുകയും വലിയ മാർജിനിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോക്സഭയിലേക്ക് വന്നാൽ, ഇതേ ഇടത്ത് തന്നെയുള്ള ലോക്സഭയിലേക്ക് വന്നാൽ അവിടെ കോൺഗ്രസ് ചെറിയ വോട്ടിനാണെങ്കിലും വിജയിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഈ ഒരു വ്യത്യാസം, ഈ സംശയങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരം ചോദ്യങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് ദ വയർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ഈ പുതിയ കണക്കുകൾ. ഉന്മേഷ്, ശരി, അക്കാര്യത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ ഇതിനോടൊപ്പം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.